അറിവിടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2024 ജേതാവ് വീരമണിദാസനായിരുന്നു 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയിലുള്ള ചാറ്റ് ബോട്ട് ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം ഹനുമാൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. 2024 ഡിസംബറിൽ കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. M മുകുന്ദനാണ് 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകനാര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം P ജയചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പാലിയത്ത് ജയചന്ദ്രൻ എന്നായിരുന്നു. പാലിയത്ത് ജയചന്ദ്രനാണ് P ജയചന്ദ്രൻ. അദ്ദേഹം അന്തരിച്ചത് 2025 ജനുവരി 9 ഭാവഗായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ഗാനത്തിന് മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. 1986 അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതും P ജയചന്ദ്രനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവ ജേതാക്കൾ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം തൃശ്ശൂരാണ്. 63ാമത് സ്കൂൾ കലോത്സവമാണ് 2024-25 അധ്യയന വർഷത്തിൽ നടന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരുന്നു വേദിയായിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാന വേദിക്ക് കൊടുത്തിരുന്ന പേര് MT നീള എന്നായിരുന്നു. ജേതാക്കൾ തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരമാണ്. ഇപ്പോഴത്തെ UGCയുടെ ചെയർമാൻ വിനീത് ജോഷിയാണ്. വിനീത് ജോഷി. ലോക വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. നമുക്കറിയാം മാർച്ച് 21 വനദിനം. വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതായിരുന്നു. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റയാണ്. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് നോയൽ ടാറ്റ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മൻ. ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻസർ PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ഓപ്പൺ AIയുടെ CEO ആരാണ് എന്നുള്ളതാണ്. ഓപ്പൺ AIയുടെ CEO സാം ആൾട്ട്മാൻ. നമുക്കറിയാം ചാറ്റ് GPTയുടെ സ്ഥാപകനാണ് ഈ സാം ആൾട്ട്മാൻ. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണ് ചാറ്റ് GPT. ഏറ്റവും കൂടുതൽ ഈ വർഷം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനായ ചാറ്റ് GPT യുടെ സ്ഥാപകരായിട്ടുള്ള ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ് സാം ആൾട്ട്മാൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര് എന്നുള്ളതാണ് സുമൻ ബെറി. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്കിങ്ങനെ നീതി ആയോഗിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാറുണ്ട്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നരേന്ദ്രമോദിയാണ് നമ്മുടെ നീതി ആയോഗിൻ്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ് എന്നുള്ളതാണ്. യോഗയെ ഒരു പ്രദർശന ഇനമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2025 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നുള്ളതാണ്. ഉപമന്യു ചാറ്റർജിയാണ് 2025 JCB സാഹിത്യ പുരസ്കാര ജേതാവ്.
സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേര് സ്നേഹാലയം എന്നാണ്. സ്നേഹാലയം. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേരാണ് സ്നേഹാലയം. 2024 സന്തോഷ് ട്രോഫി ജേതാക്കൾ പശ്ചിമ ബംഗാളാണ്. രഞ്ജി ട്രോഫി ജേതാക്കൾ ആരായിരുന്നു? രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭയായിരുന്നു. തമിഴ്നാട് ഗവർണർ TN രവിയാണ്. തമിഴ്നാട് ഗവർണർ ഇപ്പോഴത്തെ TN രവിയാണ്. MD വാസുദേവൻ നായർ സ്മാരകം നിലവിൽ വരുന്നത് തുഞ്ചൻ പറമ്പിലാണ്. തുഞ്ചൻ പറമ്പിലാണ് MD വാസുദേവൻ നായർ സ്മാരകം നിലവിൽ വരുന്നത്. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന കൃതിക്കാണ് കഴിഞ്ഞ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയാണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.